മലപ്പുറം വഴിക്കടവിൽ പന്നിക്കെണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച അനന്തുവിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. അനന്തു പഠിക്കുന്ന മണിമൂളി CKHS സ്കൂളിലെ പൊതുദർശനത്തിന് ശേഷമാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്. അനന്തുവിന്റെ സഹപാഠികളും അധ്യാപകരും ഉൾപ്പെടെ നിരവധി പേരാണ് ഒരു നോക്ക് കാണാനായി സ്കൂളിലെത്തിയത്. അന്തിമോപചാരം അർപ്പിക്കാൻ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ വീട്ടിലെത്തിയിട്ടുണ്ട്. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അസ്ലം, അനന്തു പഠിച്ച സ്കൂളിൽ 5 മിനിറ്റിൽ താഴെ മാത്രമാണ് പൊതുദർശനം ഉണ്ടായിരുന്നത്. ഇപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നു മൃതദേഹം. ഇവിടെ എത്ര നേരം പൊതുദർശനത്തിന് വെക്കും? സംസ്കാര ചടങ്ങുകളൊക്കെ എപ്പോഴായിരിക്കും? അനന്തുവിന്റെ വീട്ടിലാണ് മൃതദേഹമുള്ളത്. നിലവിളിയോടുകൂടിയാണ് അനന്തുവിനെ എല്ലാ ആൾക്കാരും, അത് അടുത്ത ബന്ധുക്കളും നാട്ടുകാരൊക്കെ തന്നെയും അവനെ അവസാനമായി കണ്ടു മടങ്ങുന്നത്. അവരുടെ അങ്ങനെ കണ്ടു മടങ്ങുന്ന സ്ത്രീകളുടെ ബന്ധുക്കളുടെയും ഒക്കെ ഒരു കരച്ചിലാണ് നമുക്ക് ഇവിടെ മുഴുവൻ കേൾക്കാനാവുന്നത്. ആ ചെറിയ വീടിന് മുന്നിൽ ക്രമീകരിച്ചിരിക്കുകയാണ് പൊതുദർശനം. നൂറുകണക്കിന് ആളുകളാണ് ബന്ധുക്കളും നാട്ടുകാരും അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തകരുമായി എല്ലാവരുമായി എത്തിച്ചേർന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പായതിനാൽ രാഷ്ട്രീയ നേതാക്കളും കൂടി ഇവിടെ വരുന്നുണ്ട്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനടക്കമുള്ള ആൾക്കാർ ഇപ്പോൾ മൃതദേഹം സന്ദർശിച്ചു പോയി. KK ശൈലജ ടീച്ചർ ഉണ്ടായിരുന്നു, ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ജോയി ഉണ്ടായിരുന്നു, മറ്റു ചില ആൾക്കാരൊക്കെ തന്നെയും ഉണ്ട്. അതായത് ഒരു 15 കളിക്കാൻ പോയവൻ വളരെ പെട്ടെന്ന് മരണപ്പെട്ടതിന്റെ ഒരു ആഘാതം, അതിൽ നിന്ന് ഈ ഒരു വീട് മാത്രമല്ല അതിന് ചുറ്റുപാടും ഗ്രാമവും പിന്നെ അതിന്റെ വേദനയിൽ നിന്ന് മാറിയിട്ടില്ല. അവനെ അവസാനമായി കണ്ട് പോകുന്ന ബന്ധുക്കൾ മാത്രമല്ല നാട്ടുകാരെല്ലാം തന്നെയും കരഞ്ഞു കൊള്ളിച്ചുകൊണ്ടാണ് പോകുന്നത്. അത്രത്തോളം പ്രിയങ്കരനായിരുന്നു അവൻ ഈ നാട്ടുകാർക്ക് എന്ന് വ്യക്തമാക്കുകയാണ്. അതോടൊപ്പം നേരത്തെ അവനോടൊപ്പം തന്നെ പരിക്കേറ്റ യദു കൃഷ്ണനെ കൂടി ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്ന് അവനെ എടുത്തുകൊണ്ടുവന്ന് അനന്തുവിനെ അവസാനമായി കാണിച്ചു കൊടുത്തു. ആ ഒരു കാഴ്ചയും വളരെ വേദനാജനകമാണ്. അച്ഛനും അമ്മയും വന്ന മുതൽ തന്നെ അവർ കരച്ചിൽ അടക്കിയിട്ടില്ല. വരുന്ന ബന്ധുക്കളൊക്കെ തന്നെയും വലിയ തോതിൽ കരയുന്നത് നമ്മൾ കാണുന്നു. അങ്ങനെ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ അനന്തുവിന്റെ വീട്ടിൽ വെള്ളക്കട്ടയിലെ വീട്ടിലുള്ളത്. ഇന്നലെ വൈകുന്നേരം വരെ കളിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യൻ ആണ് മൃതദേഹമായി അവരുടെ വീട്ടിൽ മുന്നിലുള്ളത്. എല്ലാ മേഖലയിലും കലാമേഖലയും ഉൾപ്പെടെ കഴിവ് തെളിയിച്ച, അതോടൊപ്പം തന്നെ വളരെ ദാരിദ്ര്യ ചുറ്റുപാടിൽ കഴിയുന്ന, സ്കൂളിലേക്ക് പോകുന്നതിന് പോലും ബസ്സിന് പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കുട്ടിയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതേസമയം തന്നെ എല്ലാവർക്കും പ്രിയങ്കരനായ ഒരു വിദ്യാർത്ഥി കൂടി ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു വേദന പങ്കുവെക്കുന്ന, അവസാനമായി അവരെ കാണുന്നതിലെ വേദന പങ്കുവെക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ. അതേസമയം നേരത്തെ നമ്മൾ അനന്തുവിന്റെ അധ്യാപകരോടും അതുപോലെ PTA പ്രതിനിധികളോടും ഒക്കെ സംസാരിച്ചപ്പോൾ അവരൊക്കെ അനന്തുവിനെ കുറിച്ച് പറയുന്നത് വളരെ മികച്ചൊരു വിദ്യാർത്ഥിയായിരുന്നു. 8ാം ക്ലാസ്സിലാണ് ആ സ്കൂളിലേക്ക് ചേരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ടായി ഇപ്പോൾ ഈ 2 വർഷം പിന്നിടുമ്പോഴും വളരെ മികച്ച വിദ്യാർത്ഥിയായിരുന്നു, മികച്ചൊരു പാട്ടുകാരനായിരുന്നു, എല്ലാ ആക്ടിവിറ്റികളിലും സന്തോഷത്തോടെ പങ്കെടുക്കുന്ന, ഊർജ്ജത്തോടെ പങ്കെടുക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ഇപ്പോൾ വീട്ടിലെ പൊതുദർശനത്തിന്റെ കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ നാടിനും നാട്ടുകാർക്കും എത്രത്തോളം പ്രിയങ്കരനായിരുന്നു അനന്തു എന്നുകൂടിയാണ് വ്യക്തമാകുന്നത്. നാട്ടുകാർക്കും പ്രിയങ്കരനായിരുന്നു അനന്തു എന്ന് നമ്മൾ ഇവിടുത്തെ ഓരോ ദൃശ്യങ്ങളും നമ്മൾ തെളിയിക്കുന്നുണ്ട്. മാത്രമല്ല നാട്ടുകാരും അയൽവാസികളൊക്കെ തന്നെയും നിറ കണ്ണുകളോടെയാണ് അനന്തുവിന് യാത്രാമൊഴി നൽകുന്നത്. സ്ത്രീകളൊക്കെ എല്ലാവരും ആ കണ്ടുവരുന്ന സ്ത്രീകളിൽ കരയാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന കാര്യം സംശയമാണ്. അങ്ങനെ അത്രത്തോളം വൈകാരികമായിട്ടാണ് അവന് യാത്രയയപ്പ്, അനന്തുവിന് ഗ്രാമം യാത്രയയപ്പ് നൽകുന്നത്. വളരെ പെട്ടെന്നുണ്ടായ മരണം എന്നതിലുപരി ആ ഒരു വിദ്യാർത്ഥി എത്രത്തോളം ഇവിടെ ഓടിച്ചാടി നടന്നിരുന്നിരിക്കണം, ഇത്രയും ആൾക്കാരുമായി എത്രത്തോളം നല്ല ബന്ധത്തിലായിരുന്നിരിക്കണം അവൻ. അതുകൊണ്ടാണല്ലോ ഈ ഒരു വേദനയോടുകൂടി തന്നെ, കരച്ചിലോടുകൂടി തന്നെ അവൻ യാത്രാമൊഴി ആൾക്കാർക്ക് നൽകേണ്ടി വരുന്നത്. അങ്ങനെ വളരെ വേദനാജനകമായ ദാരുണമായ ഒരു പ്രശ്നങ്ങൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. വഴിക്കടവ് നിലമ്പൂർ മണ്ഡലത്തിൽപ്പെട്ട വഴിക്കടവ് പഞ്ചായത്തിലെ എന്ന് പറയുന്ന സ്ഥലത്താണ് അനന്തുവിന്റെ വീടിന് തൊട്ടടുത്തൊരു 500-600 മീറ്ററിനപ്പുറമാണ് ഈ അപകടം ഷോക്കേൽക്കുന്നതും അനന്തു മരണപ്പെടുന്നതും. ഓരോരുത്തരും വലിയ ഹൃദയവേദനയോടുകൂടിയാണ് അവനെ കണ്ട് യാത്രാമൊഴി പറഞ്ഞു വരുന്നത്. ഈ അപകടം 5 പേരായി സുഹൃത്തുക്കൾ മാത്രമല്ല അടുത്ത ബന്ധുക്കളും ഏറെക്കുറെ എല്ലാം പിന്നെ ബന്ധുക്കൾ കൂടിയാണ്, കസിൻസ് ആണ് ഏറെക്കുറെ ഈ 5 പേരും.
അവര് സ്ഥിരമായിട്ട് നടന്നു പോകുന്ന അല്ലെങ്കിൽ സ്ഥിരമായിട്ട് മീനൊക്കെ പിടിച്ച് കളിക്കുന്ന ഒരു സ്ഥലമാണ്. ചെറിയൊരു തോടാണ്. അവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു കമ്പിയിൽ തട്ടുന്നതും ഷോക്ക് അടിക്കുന്നതും. സാധാരണ ആ ഭാഗങ്ങളിൽ അത്തരം കമ്പികൾ ഉണ്ടാകാറില്ലായിരുന്നു എന്നാണ് നമ്മൾ നേരത്തെ സംസാരിച്ച മനീഷ്, അവർക്കൊപ്പം ഉണ്ടായിരുന്ന മനീഷ് പറയുന്നത്. അത് അങ്ങനെ സാധാരണഗതിയിൽ തന്നെ മീൻ പിടിക്കുന്നത് പോലെ വലയിട്ട് വല കൊണ്ട് സൈഡിലേക്ക് ഒരു വശത്തേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് മീനിനെ കത്തി കൊണ്ട് കുത്തിയും മറ്റുമൊക്കെ പിടിക്കുന്ന രീതിയാണ്. അങ്ങനെയാണ് അവർ പോയത്. അതിലാദ്യമായിട്ട് ജിത്തുവിന് തന്നെയാണ് ആദ്യം ഷോക്ക് ഏൽക്കുന്നത്. തുടർന്ന് പിന്നെ രണ്ടുപേർ കൂടി ഷോക്കേറ്റു. അതിലൊരാളെ അവർക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. മറ്റുള്ള രണ്ടുപേരും വെള്ളത്തിൽ തന്നെയായിരുന്നു. വെള്ളത്തിൽ വൈദ്യുതിയുടെ ബന്ധം വിച്ഛേദിക്കാത്തതിനാൽ അവർക്ക് ആർക്കും വെള്ളത്തിൽ ഇറങ്ങാൻ കഴിഞ്ഞില്ല. അസ്ലം, ഈ മറ്റ് 2 കുട്ടികൾക്ക് കൂടി ആനന്ദുവിന്റെ കൂടെ തന്നെ ഷോക്ക് ഏൽക്കുകയുണ്ടായിരുന്നല്ലോ. ഇവർ ഇപ്പോഴും ആശുപത്രിയിലാണോ? ഇവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലേ? രണ്ടുപേരുടെയും ആരോഗ്യനില അപകടനില തരണം ചെയ്തിട്ടുണ്ട്. അതിൽ യദു കൃഷ്ണയെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അയാൾക്ക് അത്ര വലിയ പരിക്കുകളല്ല. ഇതിനെ ആ കുട്ടിയെ അനന്തുവിനെ കാണിക്കുന്നതിന് വേണ്ടി അല്പസമയം മുമ്പ് ഇവിടെ കൊണ്ടുവന്നു. അവനും നിലവിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഒരുമിച്ച് ഇന്നലെ കളിച്ച് പെട്ടെന്ന് ഷോക്കേറ്റ് ഒരാള് ഈ രോഗം വിട്ട് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികളായ കുട്ടികൾക്ക് അത് അത് ഉൾക്കൊള്ളാനോ അത് അംഗീകരിക്കാനോ ഒരവസ്ഥയാണ്. വലിയ ഹൃദയവേദന നൽകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഓരോ ബന്ധുക്കളും ആ കുട്ടി എത്രത്തോളം പ്രിയങ്കരായിരുന്നു ആ വീട്ടിലെല്ലാവർക്കും, ബന്ധുക്കൾക്കും അതോടൊപ്പം തന്നെ പരിസരവാസികൾക്കും എന്ന് തെളിയിക്കുന്നതാണ്. ആ കുട്ടികൾ എല്ലാവരും ഒരാളും കരയാതെ കണ്ട് വരാൻ കഴിയുന്നില്ല. ആ കുട്ടിയെ, അനന്തുവിനെ അങ്ങനെ കലങ്ങിയ കണ്ണുകളോടുകൂടിയാണ് അവർ കണ്ട് തിരിച്ചു വരുന്നത്. വളരെ ചെറിയ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർക്ക് ഒരേ സമയം നിൽക്കാൻ കഴിയില്ല. കണ്ട ആൾക്കാരെ പൂർണ്ണമായും അവര് മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടാണ് മറ്റുള്ളവർക്ക് അവസരം നൽകുന്നത്.